അങ്ങനെ ദുനിയാവിൽ വെച്ച് കാര്യങ്ങൾ നേരെയാക്കാനും രക്ഷപ്പെടുത്താനുമുള്ള മായാവിയും ഡിങ്കനുമല്ല അള്ളാഹു. അള്ളാഹുവിന് അള്ളാൻ്റെതായ പ്ലാനുണ്ട്. ചിലപ്പോൾ ദുആൻ്റെ ഉത്തരം ദുനിയാവിൽ വെച്ച് കൊടുക്കും, ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് കൊടുക്കാതെ ആഖിറത്തിൽ വെച്ച് കൊടുക്കും. നിങ്ങളെ കാലിൻ്റെ അടിയിൽ മുള്ളു തറച്ചു വന്നിരിക്കട്ടെ, ആ വേദനയ്ക്ക് പോലും പ്രതിഫലമുണ്ട്. നമ്മുടെ നാട്ടിൽ മാരകമായ തെറ്റിദ്ധാരണ എന്താ അറിയോ? ആ ചോദ്യത്തിൻ്റെ കൂടെ ഒറ്റൊരു മറുപടി രക്ഷിതാക്കൾക്ക്, പ്രായമായവർക്ക് വേണ്ടി എല്ലാവരും മനസ്സിൽ കരുതുന്നൊരു കാര്യമാണ്. പൊതുവെ സംസാരിക്കുമ്പോൾ പറയും, ഉസ്താദെ ഒരുപാട് കാലമായി ദുആ ചെയ്യുന്നു, ഒരുപാട് കാലമായി നിസ്കരിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ല. പള്ളിയിലേ വരാത്ത അയാളുടെ കച്ചവടമൊക്കെ വെച്ചടി കോടിയായി. ₹1 വെച്ച് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ 10 കോടിയായി, ബിസിനസ്സായി. നമ്മൾ സുന്നത്ത് നിസ്കാരത്തിനും ഉണ്ട്, ഫർളിനും ഉണ്ട്, തറാവീഹിനും ഉണ്ട്, സദക്കയിലും ഉണ്ട്. കച്ചവടം ദുബൈലത് പൂട്ടി, ഖത്തറിലെ പൂട്ടി, കോയമ്പത്തൂരിലെ പൂട്ടി, കോഴിക്കോട് പൂട്ടി, അവിടെ ഒറ്റ ഷോപ്പ് മാത്രം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്താണ് കഥ? അല്ലേ എപ്പോഴും ദുആ. എനിക്കും സുഖമില്ല, ഭാര്യയ്ക്കും സുഖമില്ല, മക്കൾക്കും സുഖമില്ല, മാനസികമായിട്ടും പ്രശ്നമാണ്. പള്ളിയിലേ പോകാത്ത അയാൾക്കോ ആ വീട്ടിലോ പ്രശ്നമേ ഇല്ല. അപ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട്, നന്മ ചെയ്താൽ ദുനിയാവിൽ വെച്ച് അള്ളാഹു അതിൻ്റെ പ്രതിഫലം തരുന്നു. പിന്നെ എന്തിനാ പാരത്രിക ലോകം? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പോയിരിക്കുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു ന്യൂസ്, അയാൾക്ക് ക്യാൻസർ ആട്ടോ, 2 ദിവസം പനിച്ചതാണ്. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ മംഗലാപുരത്തേക്ക് എന്തോ സാമ്പിൾ കുത്തിയയച്ചു, അല്ലെ എറണാകുളത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് സാമ്പിൾ കൊണ്ടുപോയി. ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു, രോഗം അതാണ്. അല്ലേ അറിയോ? അദ്ദേഹത്തിന് ഇപ്പോൾ കിഡ്നി പ്രശ്നമാണ്, ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ശതമാനത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും അറിയോ? നല്ലൊരു ശതമാനത്തിൻ്റെ പ്രതികരണം, അയാൾക്ക് ക്യാൻസറോ, ഇത്രയും സദക്ക കൊടുക്കുന്ന അയാൾക്ക് ക്യാൻസറോ. കഴിഞ്ഞ തവണ പള്ളി പുനർനിർമ്മിക്കും അയാൾ 10 ലക്ഷം റുപ്യ കൊടുത്തത്, മദ്രസിന് 2 ലക്ഷം കൊടുത്തത്, എന്നിട്ട് അയാൾക്ക് ക്യാൻസറോ, അയാൾക്ക് ഡയാലിസോ, അല്ലെങ്കിൽ ചുരുങ്ങിയത് അല്ലാ അതിന് മാത്രം അയാളിപ്പോൾ എന്തായിരിക്കും ചെയ്തത്? ഇസ്ലാമിൻ്റെ വിശ്വാസം എന്താ അറിയോ? അള്ളാനെ കണ്ടുവന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹുവിന് ഏതെങ്കിലും ഒരു മനുഷ്യനോട് പ്രത്യേകം ഇഷ്ടമാണെങ്കിൽ ഇബ്തലാഹുല്ലാഹു ബിമറലിൻ, വലിയ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് അയാളെ അള്ളാഹു തൻ്റെ ആളാക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയുണ്ട്? റസൂലുള്ള പറഞ്ഞ എന്താ? നമ്മുടെ വിശ്വാസം എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അള്ളാഹുവിന് ഇദ്ദേഹത്തെ മരിപ്പിക്കണ്ടേ? അതിനൊരു കാരണം വേണം. അപ്പോൾ ആഖിറത്തിൽ ഇയാളെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല, അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാൽ ഇയാൾ അത്യാവശ്യമൊക്കെ ദുനിയാവിൽ നിന്ന് ചെറുതൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ചെയ്തൊന്നും പോയിട്ടില്ലെങ്കിലോ ആഖിറത്തിൽ വലിയ പദവിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഒരു കാരണം ഉണ്ടാകണമല്ലോ, അതിന് മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റ് റാങ്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ക്യാൻസർ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 8 വട്ടം എറണാകുളത്ത് പോയി വാ, മംഗലാപുരത്ത് പോയി വാ, തിരുവനന്തപുരത്ത് പോയി വാ, 8 റേഡിയേഷൻ, 8 കീമോ, എന്നിട്ട് ദേഹത്തിലുള്ള ഹോർമോണുകളെ കരിച്ചു കള. ദുനിയാവിൽ വെച്ച് ദേഹത്ത് തീ വന്ന് വീണതിൻ്റെ പേരിൽ ആഖിറത്തിലെ നരകത്തിൻ്റെ ചൂട് ആ മനുഷ്യനെ ഏൽക്കേണ്ടി വരരുത് എന്ന അള്ളാഹുവിൻ്റെ പ്ലാൻ. ഒരാൾക്ക് ഡയാലിസിസ് വന്നാൽ 1 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറ്റും. 5 ഗ്ലാസ് വെള്ളം. 5 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജഗ് വെള്ളം കുടിക്കില്ല ഒരു ദിവസം. കുംഭവും മീനുമാണെങ്കിൽ ഈ 5 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ഏത് വെള്ളം? ഗുളികേൻ്റെ വെള്ളം, കറീൻ്റെ വെള്ളം, ചായ, ജ്യൂസ്, ഫ്രൂട്ട്സിലെ നീര്, ചോറിലെ ലിക്വിഡ് അടക്കം. എന്നിട്ട് വേനൽക്കാലാകുമ്പോൾ ബക്കറ്റിൽ തോർത്ത് കൊണ്ട് മുക്കിയിട്ട് നനുത്ത വെള്ളം നെഞ്ചത്ത് വെക്കും, ദാഹം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അയാളെന്ത് തെറ്റാ ചെയ്തതെന്ന് വെച്ചാൽ, തെറ്റ് ചെയ്തു എന്ന് ആര് പറഞ്ഞു? എന്താ അള്ളാൻ്റെ പ്ലാൻ? നാളെ ആഖിറത്തിൽ ഈ മനുഷ്യൻ ഹൗദുൽ കൗസർ കുടിക്കണം, തസ്നീം അരുവിയിലെ പാനീയം കുടിക്കണം, അള്ളാൻ്റെ വിശുദ്ധ പാനീയം കുടിക്കണം. അതിന് ഈ ആമാശയത്തിന് പാകത വരുത്തണം, അതിന് വിട കുറച്ച് ആമാശയം ചൂടാകണം, നാഡീഞരമ്പ് വറ്റണം, ശരീരം കുറച്ചൊന്ന് പരുപരുത്തതാവണം, അതിന് കുറച്ച് യോഗ്യത ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു 10 കൊല്ലം നീ അധികം കുടിക്കണ്ട, 5 കൊല്ലം നീ തീരെ കുടിക്കണ്ട, കുറച്ച് പ്രയാസപ്പെട്, മരിക്കാനൊരു കാരണം ഉണ്ടാകണം. ഇയാളെയും മരിപ്പിച്ചു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അല്ലാതെ ഇവിടെ ഗുണം ചെയ്താൽ ഇവിടെ കൂലി തരാൻ അങ്ങനെയുള്ള ഒരു ഡിങ്കനോ മായാവിയോ അല്ല അള്ളാഹു. അതല്ലേ ഭൗതികവാദികളുടെ വിശ്വാസം. രാജു രാധയും ആപത്തിൽപ്പെട്ടു. അപ്പോൾ രാജു രാധയും വിളിക്കുകയാണ്,
ഓം ഹ്രീം കുട്ടിച്ചാത്ത രക്ഷിക്കണേ. അപ്പം ലുട്ടാപ്പിയുടെ കണിയിൽ നിന്നും മായാവി വന്ന് രാജുവിനെയും രാധയെയും രക്ഷിച്ചു. കാടിൽ അനീതി നടക്കുന്നു. ദുർബലരായ ജീവികളെ ഡിങ്കനെ വിളിച്ചു, ഡിങ്ക രക്ഷിക്കണേ. ഡിങ്കൻ വന്നു, രക്ഷിച്ചു. അങ്ങനെ ദുനിയാവിൽ വെച്ച് കാര്യങ്ങൾ നേരെയാക്കാനും രക്ഷപ്പെടുത്താനുമുള്ള മായാവിയും ഡിങ്കനുമല്ല അള്ളാഹു. അള്ളാഹുവിന് അള്ളാൻ്റെതായ പ്ലാനുണ്ട്. ചിലപ്പോൾ ദുആൻ്റെ ഉത്തരം ദുനിയാവിൽ വെച്ച് കൊടുക്കും, ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് കൊടുക്കാതെ ആഖിറത്തിൽ വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ഈ ഗാസാൻ്റെ ഒക്കെ വിഷയത്തിൽ ഗാസാൻ്റെ ഒക്കെ വിഷയത്തിൽ ഇസ്ലാമിനൊരു പ്രമാണം തന്നെയുണ്ട്. അതൊരു പൊതുവിഷയമാണ്. ഇന്ത്യയിലുള്ള വിഷയവും മറ്റൊന്നും ഹദീസിലൊന്നും വന്നിട്ടില്ല. ഗാസാൻ്റെ കാര്യത്തിൽ വന്നാൽ എന്താ, പലസ്തീൻ ഭൂമിക അവസാനം അതിൻ്റെ യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ വരും എന്ന് മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളുണ്ട്. കാലം കുറച്ചപ്പുറത്തും എത്തും എന്നേ ഉള്ളൂ.